മുത്തങ്ങ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് എ.കെ. ആന്റണി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം, അത് ഏതാണ്ട് നമ്മുടെ സമൂഹം മറന്ന മട്ടായിരുന്നു. വീണ്ടും അത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ചർച്ചയാവുകയാണ്. മുത്തങ്ങ വെടിവെപ്പിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മാപ്പർഹിക്കുന്നില്ല എന്ന സി.കെ. ജാനുവിൻ്റെ പരാമർശം, മുത്തങ്ങ സമരനായികയായി വിശേഷിപ്പിക്കപ്പെട്ട സി.കെ. ജാനുവിൻ്റെ പരാമർശമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായി. ഇപ്പോഴും ഭൂമി ആദിവാസികൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ശിവഗിരി മുത്തങ്ങ സംഭവങ്ങളിൽ ദുഃഖമുണ്ട് എന്നായിരുന്നു എ.കെ. ആന്റണി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മറ്റൊന്നുമല്ല, ഈ കേരളത്തിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന പോലീസ് മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ മറുപടി പറയുമ്പോൾ അതിന് വളരെ കൃത്യമായി തന്നെ ആന്റണിയുടെയും കരുണാകരൻ്റെയും കാലത്ത് നടന്ന, കോൺഗ്രസ് ഭരണകാലത്ത് നടന്ന പോലീസ് മർദ്ദനങ്ങൾ ചൂണ്ടിക്കാട്ടി CPM-കാർക്ക്, ആദിവാസികൾക്ക്, ശിവഗിരി മഠത്തിലെ നടപടികളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അതിനെ ന്യായീകരിക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രമിച്ചത്. അതിന് മറുപടിയായാണ് എ.കെ. ആന്റണി പിന്നീട് വാർത്താ സമ്മേളനം നടത്തുകയും മുത്തങ്ങ സമരത്തിൽ തനിക്ക് ഖേദമുണ്ട്, അതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയിൽ തനിക്ക് ഖേദമുണ്ട് എന്നും മറ്റും പറഞ്ഞു വെക്കുകയും ചെയ്തത്. എന്താണ് മുത്തങ്ങ സമരം? ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ അറിവുകൾ ഉണ്ടായിരിക്കണം എന്നില്ല. ആദിവാസി സമരം, കുടിൽ കെട്ടിയുള്ള സമര രീതികൾ, സെക്രട്ടേറിയറ്റിന് മുൻപിൽ തുടർച്ചയായി സമരം നടത്തുന്ന ആദിവാസികൾ, ഇതൊക്കെ ഒരു 2000 കാലഘട്ടത്തിലൊക്കെ പതിവായിരുന്നു നമ്മുടെ തലസ്ഥാനത്ത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിവിടർന്ന അല്ല മുത്തങ്ങ സമരം. സമരങ്ങളുടെയും ഒരുപാട് കാലഘട്ടം ഇതിന് പിന്നിലുണ്ട്. 1975 അന്യാധീനപ്പെട്ട ആദിവാസി ഭൂമി തിരിച്ചെടുക്കൽ നിയമത്തെ അസാധുവാക്കിക്കൊണ്ട് UDF-ഉം LDF-ഉം ചേർന്ന് പുതിയൊരു നിയമം കൊണ്ടുവന്ന ഒരു പശ്ചാത്തലം നമ്മൾ ഓർക്കണം. KR ഗൗരിയമ്മ ഒഴികെയുള്ള എല്ലാ MLA-മാരും അത് അനുകൂലിച്ച് നിയമമാക്കി. ആദിവാസി മേഖലകളിൽ നിലനിന്ന ഭൂമി പ്രശ്നത്തിന് നിയമപരമായ പരിഹാരം എന്നത് സംബന്ധിച്ച പ്രതീക്ഷ പോലും ഇതോടെ ഇല്ലാതാവുകയും ചെയ്തു. അന്ന് മുതൽ തന്നെ ആദിവാസികൾ സമരരംഗത്താണ്. സങ്കീർണമായ ഒരുപാട് സമരങ്ങൾ അന്ന് നടന്നു. ഇതിന് ഒരു ഏകീകൃത രൂപവും ഭാവവും ഒക്കെ വരുന്നത് 2001 കാലഘട്ടത്തിലാണ്. സി.കെ. ജാനുവും ഗീതാനന്ദനുമൊക്കെ ആദിവാസികളുടെ സമരനായകരായി ആ സമയത്താണ് മുന്നോട്ട് വന്നത്. ആദിവാസി മേഖലയിൽ, പ്രത്യേകിച്ച് വയനാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ പട്ടിണി മരണം ആ സമയത്ത് വ്യാപകമായി എന്നാണ് കണക്കുകൾ. ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി എ.കെ. ആന്റണിയുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിലാണ് ഈ സമരം ആദ്യം ആരംഭിക്കുന്നത്. സമരം ചെയ്യാൻ ആദിവാസി ഗോത്ര മഹാസഭാ പ്രവർത്തകർ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 30 പേർ പട്ടിണി കൊണ്ട് മരണമടഞ്ഞിരുന്നു എന്നാണ് ഇപ്പോഴും സി.കെ. ജാനുവും ഗീതാനന്ദനുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് കുറച്ചു ദൂരം മാറി ദേവസ്വം ബോർഡ് ജംഗ്ഷനിലായിരുന്നു ആദിവാസി ഗോത്ര മഹാസഭയുടെ സമരം. സർക്കാരും രാഷ്ട്രീയക്കാരുമൊക്കെ ഈ സമരവുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. കാര്യമായി ഇതിന് ജനശ്രദ്ധ കിട്ടിയില്ല. കുറേ നാൾ അത്തരത്തിൽ സമരം ചെയ്തു. അതിനുശേഷം അവസാനം അവർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഈ സമരം മാറ്റുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. സമരം ശക്തമായി. കൂടുതൽ ആദിവാസികൾ അങ്ങോട്ടേക്ക് എത്തി. ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലമായി. പിന്നീട് ഇതൊരു കുടിൽകെട്ടൽ സമരമായി മാറുന്ന സാഹചര്യം ഒരുങ്ങുകയാണ്. അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടികെട്ടി ആദിവാസി കുടുംബങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു പശ്ചാത്തലം. ഇതോടെ പൊതുജന ശ്രദ്ധ ആ സമരത്തിലേക്ക് വന്നു. അവിടെ താമസിച്ച് സമരം നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പോലീസ് ഈ കുടിൽ പൊളിക്കും എന്നുള്ള തരത്തിലുള്ള ഭീഷണികൾ അന്ന് ഉയർന്നു. അന്ന് നിരവധി മുന്നറിയിപ്പുകൾ പോലീസ് ഇവരുമായി ബന്ധപ്പെട്ട് നൽകി. അന്നൊരു ഓണക്കാലമായിരുന്നു. അന്ന് ഓണം ഘോഷയാത്ര ഈ ആദിവാസികളായ സ്ത്രീകളും കുട്ടികളും ഒക്കെ ചേർന്ന് തടയുന്ന കാഴ്ച, അത് കേരളത്തിൻ്റെ പൊതുജന ശ്രദ്ധ വല്ലാതെ അങ്ങോട്ടേക്ക് എത്തിച്ചു. ഈ പ്രക്ഷോഭത്തെ അങ്ങനെ വല്ലാതെ അടിച്ചൊതുക്കാൻ പറ്റുന്ന സാഹചര്യമൊന്നും ആയിരുന്നില്ല. കാരണം അത്രത്തോളം ആ സമരം മാധ്യമ ശ്രദ്ധയിലൊക്കെ വന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. അങ്ങനെ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിൽ പോലും ഈ വിഷയം ചർച്ച ചെയ്യാം. അതോടുകൂടി സമരത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി സർക്കാർ ചർച്ച ചെയ്യാവുന്ന നിലയിലേക്ക് എത്തുകയാണ്. അന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ എ.കെ. ആന്റണിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടക്കുന്നു. ഭൂരഹിതരായ ആദിവാസികൾക്ക് 5 ഏക്കർ കൃഷിഭൂമി നൽകാമെന്നും കേസുകൾ ഒഴിവാക്കാമെന്നും കരാർ നൽകുന്നു. തുടർന്ന് 48 ദിവസം നീണ്ടുനിന്ന സമരം പിൻവലിച്ച് സമരക്കാർ പിൻവാങ്ങുകയാണ്. അവരവരുടെ നാടുകളിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന പശ്ചാത്തലമാണ്. ഈ ധാരണയിലും കരാറിലുമൊക്കെ വിശ്വസിച്ച് സമരക്കാർ മടങ്ങിപ്പോയി. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാർ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയില്ല. അതിൽ നമ്മുടെ അന്നത്തെ ഭരണകൂടത്തിന്, എ.കെ. ആന്റണി മന്ത്രിസഭയ്ക്കൊക്കെ വലിയ തോതിലുള്ള വീഴ്ച സംഭവിച്ചു എന്ന് പിന്നീട് കാലം തെളിയിക്കുകയും ചെയ്തു. 2003 ജനുവരി 5 മുത്തങ്ങയിലെ വനമേഖലയിൽ തുടർന്ന് ആദിവാസികൾ കുടിൽ കെട്ടി കയറി സമരം ആരംഭിച്ചു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട 1000-ഓളം പേർ ഈ പ്രദേശത്തേക്ക് എത്തുകയും കുടിൽ കെട്ടുകയും
കൃഷി ആരംഭിക്കുകയും ചെയ്തു. ഇതോടുകൂടി വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായി ഇവിടെ നിന്ന് ആദിവാസികളെ ഒഴിപ്പിക്കണം എന്ന ആവശ്യവുമായി വലിയൊരു വിഭാഗം രംഗത്ത് വരികയാണ്. എന്നാൽ ഗോത്ര മഹാസഭ ഇവിടെ തങ്ങളുടെ ഒരു ഭരണം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഒരു ചെറിയ ഗ്രാമം തന്നെ രൂപീകരിക്കുന്നു, ഭക്ഷണം പാചകം ചെയ്യുന്നു, അവിടെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അവർ സൃഷ്ടിക്കുകയാണ്. ഇതിനെതിരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടർച്ചയായി ഇവർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു. സർക്കാരും ഇവരോട് സമരം നിർത്തണം എന്ന് തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട വനമേഖലയിൽ നിന്ന് മാറുക എന്നതായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആവശ്യം. അത് അവരുടെ ജോലിയുടെ ഭാഗമായി തന്നെയാണ്, സംശയമില്ല. ഇതിനിടയിൽ ഫെബ്രുവരി 17 രാത്രിയിൽ പുറത്തു നിന്നുള്ള ചിലർ ഗോത്ര മഹാസഭാ സമരക്കാർ കുടിൽ കെട്ടിയ ഭാഗത്ത് വനത്തിന് തീയിട്ടു എന്നാണ്. ആ തീയിടലൊക്കെ അന്ന് വലിയ ചർച്ചയായിരുന്നു. അത് പുറത്തു നിന്നുള്ള ചിലരാണ് എന്നുള്ള രീതിയിലാണ് അന്ന് ഗോത്ര മഹാസഭ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അതിലേക്ക് ഒരു നിജസ്ഥിതി എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അവരിൽ ചിലരെ സമരക്കാർ പിടികൂടി. ഇത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണെന്ന ആരോപണം ഉയർന്നു. അതൊക്കെ വലിയ ചർച്ചയായ പശ്ചാത്തലം ഒക്കെ ഉണ്ടായി. അതോടെ സംഭവം രൂക്ഷമാവുകയാണ്. ആദിവാസികളെ മുത്തകയിൽ നിന്ന് ഒഴിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നു. ഇത് നടപ്പാക്കാൻ പോലീസ് സംഘം സ്ഥലത്തെത്തുകയാണ്. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി കൂടിയായ AK ആന്റണി ഭരിക്കുന്നതിനാൽ പോലീസ് നടപടി സമാധാനപരമായിരിക്കുമെന്നാണ് സമരക്കാരും പൊതുസമൂഹവും കരുതിയത്. എന്നാൽ ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. അതോ ചില പോലീസുകാർക്ക് സംഭവിച്ച, പോലീസ് മേലധികാരികൾ ചെയ്ത പ്രവർത്തികളുടെ ഭാഗമാണോ എന്നൊക്കെ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കാര്യങ്ങൾ കൈവിട്ടുപോയി. വൻ പോലീസ് സന്നാഹമെത്തി കുടിലുകളും കൃഷിയുമൊക്കെ നശിപ്പിക്കാനൊരുങ്ങിയതോടെ പരിഭ്രാന്തരായ സമരക്കാർ ഇതിനെ ചെറുത്തു നിൽക്കാനുള്ള ശ്രമം തുടങ്ങി. പോലീസ് മർദ്ദനം, അതുകൊണ്ട് ലാത്തിച്ചാർജ് അടക്കം ആരംഭിക്കുന്നു. പോലീസ് മർദ്ദനം തുടങ്ങുന്നു. തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങളും കല്ലും കട്ടയുമൊക്കെ ഉപയോഗിച്ച് ഈ ആദിവാസികൾ പോലീസുകാരെ നേരിടുകയാണ്. ഇതിനിടയിൽ വിനോദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റ് വീഴുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. ഇതോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ പ്രകോപിതരാകുകയും തുടർന്ന് അതിശക്തമായ ലാത്തിച്ചാർജിലേക്കും കയ്യേറ്റത്തിലേക്കും കാര്യങ്ങൾ എത്തുകയും മറ്റും ചെയ്യുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ, ഈ പരിക്കേറ്റു വീണ പോലീസ് ഉദ്യോഗസ്ഥനെ തങ്ങളുടെ താവളത്തിലേക്ക് ഈ ആദിവാസികൾ മാറ്റുന്ന സാഹചര്യമുണ്ട്. അതോടുകൂടി ചികിത്സയ്ക്കായി ഡോക്ടറുടെ സേവനം വിട്ടുതരണമെന്നും സമരക്കാർ പോലീസിനോട് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ആശങ്കയുടെ മണിക്കൂറിലാണ്. എന്നാൽ ഡോക്ടറെ വിട്ടു നൽകാനും മറ്റും സാഹചര്യത്തിൻ്റെ പ്രത്യേകത കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. തുടർന്ന് അവർ വെടിവെപ്പിന് മുതിരുകയാണ്. ആ വെടിവെപ്പ് ആരംഭിച്ചതോടെ രംഗം കൂടുതൽ കലുഷിതമായി. തുടർന്ന് സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ജോഗി എന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. ഇതിനിടയിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഈ പോലീസുകാരൻ രക്തം വാർന്ന് മരിക്കുന്ന ഒരു അതീവ ഗൗരവതരമായ സാഹചര്യവും സംഭവിച്ചു. അങ്ങനെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിക്കുന്ന ഒരു സാഹചര്യവും കേരളത്തിൽ സംജാതമായി. 18 റൗണ്ട് വെടിവെപ്പ് പോലീസ് നടത്തി തുടർന്ന് എന്നാണ് പിന്നീട് വന്ന കണക്കുകൾ. അതിക്രമം കൂടുതൽ അഴിച്ചുവിടുന്നു. മർദ്ദനം, കുടിലുകൾ തീയിടൽ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള അക്രമങ്ങളും ചെയ്തികളും ഇതുമായി ബന്ധപ്പെട്ട് അവിടെ സംഭവിക്കുകയും രംഗം വല്ലാതെ വഷളാവുകയും തുടർന്ന് കാര്യങ്ങൾ വല്ലാതെ കൈവിട്ടു പോകുന്ന പശ്ചാത്തലം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതോടുകൂടി ആദിവാസികൾ ചിതറി ഓടുകയാണ്. വിനോദ് ഇതിനിടയ്ക്ക് മരിച്ച കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. പിന്നീട് കേരളം കണ്ടത് വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളുടെ ഒരു കാലഘട്ടമാണ്. തുടർന്ന് ചർച്ചകൾ നടത്തുകയും അത് മുത്തങ്ങ പാക്കേജ് എന്ന രീതിയിൽ ഒരു പാക്കേജിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ഒക്കെ ചെയ്തു. ഗോത്ര മഹാസഭ തയ്യാറാക്കിയ കണക്കുകൾ പ്രകാരം വയനാട്ടിൽ ഏകദേശം 20,000-ലധികം കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമിയില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു കണക്ക്. ഇത് സർക്കാരും ഗോത്ര മഹാസഭയും ഒക്കെ അംഗീകരിച്ച പട്ടിക പ്രകാരം ആദിവാസികൾക്ക് ഭൂമി വിതരണം ചെയ്യാൻ തീരുമാനമാകുന്നു. മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ട 241 കുടുംബങ്ങൾക്ക് ഭൂമി വിതരണം ചെയ്തതായി സർക്കാർ കണക്കുമൊക്കെ അന്ന് വരുന്നുണ്ട്. പക്ഷേ ആ മുത്തങ്ങ സമരം ചെയ്തവരുൾപ്പെടെയുള്ളവരുടെ നിലവിലെ സ്ഥിതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ഉറപ്പുകളൊക്കെ പാഴാവുകയാണ്. സർക്കാരുകൾ മാറി മാറി വരുമ്പോഴും ആദിവാസികൾ ഇപ്പോഴും പഴയ നിലയിൽ ജീവിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. കുറേ ആളുകൾക്ക് ഭൂമി കിട്ടി, പക്ഷേ കുറേ അധികം ആളുകൾക്ക് ഭൂമി കിട്ടാത്തവരുണ്ട് എന്നുള്ള കണക്ക് കൂടി പിന്നീട് പുറത്തു വരികയാണ്. അങ്ങനെ കേരളത്തെ ബാധിച്ച ഒരു ഭരണമാറ്റത്തിന് തന്നെ കാരണമായ AK ആന്റണി എന്ന ഒരു സമാധാനപ്രിയനായ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് നടത്തിയ ചെയ്തി പിന്നീട് കോൺഗ്രസിനെ വല്ലാതെ വേട്ടയാടുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായതാണ്. അപ്പോഴാണ് ഈ ഭൂസമരത്തിൽ ഉന്നയിക്കപ്പെട്ട വിഷയം എത്രത്തോളം ഇപ്പോഴും നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് എന്ന ചോദ്യം കൂടി ഉയരുന്നു.